കേരളത്തിൽ 3 ദിവസത്തിന് ശേഷം സ്വർണ്ണവില ഉയർന്നു. ക്രിസ്മസ് അവധി കഴിഞ്ഞാൽ വില ഉയരുമെന്ന പ്രവചനങ്ങൾ ശരിവെച്ചാണ് വർധനവ്. നേരിയ തോതിലാണെങ്കിലും സ്വർണം റെക്കോർഡ് വിലയിലേക്ക് എത്തുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ന് 160 രൂപയാണ് പവന് വർദ്ധിച്ചിരിക്കുന്നത്. ഡോളർ സൂചിക ഇടിഞ്ഞു വരുന്നതാണ് സ്വർണ്ണവില ഉയരാൻ പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. ആഗോള രാഷ്ട്രീയ സാഹചര്യവുമായി കലങ്ങിമറിയുകയാണ്. അതേസമയം ഇന്ത്യൻ ഓഹരി വിപണിയിൽ മുന്നേറ്റത്തിലാണ് വ്യാപാരം. നിക്ഷേപകർ ഓഹരി വിപണിയിലേക്ക് കൂടുതൽ ആകർഷിക്കാൻ ഇത് ഇടയാക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ഇന്ന് 1 പവൻ സ്വർണത്തിന് നൽകേണ്ട വില 46,720 രൂപയാണ്. കഴിഞ്ഞ 3 ദിവസം 46,560 രൂപയായിരുന്നു. ഗ്രാമിന് 20 രൂപ വർദ്ധിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും വലിയ തോതിലുള്ള വിലയിടിവിന് സാധ്യത കാണുന്നില്ല. ഡോളർ സൂചിക 101.61 നിൽക്കുന്നു. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 83.18 ആണ്. സ്വർണ്ണവില ഇന്ന് വരെ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന നിരക്ക് 47,080 രൂപ ആയിരുന്നു. പിന്നീട് 45,320 രൂപ വരെ കുറയുകയും ചെയ്തു. ഇപ്പോൾ വീണ്ടും റെക്കോർഡിലേക്ക് കുതിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. 1 പവൻ സ്വർണ്ണാഭരണം ലഭിക്കണമെങ്കിൽ 51,000 രൂപ ചുരുങ്ങിയത് നൽകേണ്ടി വരും. പണിക്കൂലിയും നികുതിയും ചേർന്നുള്ള വിലയാണ് സ്വർണ്ണാഭരണം വാങ്ങുമ്പോൾ നൽകേണ്ടി വരിക. ഇതാണ് പവന് 1,00,000-ലധികം ചെലവ് വരാൻ കാരണം. അഡ്വാൻസ് ബുക്ക് ചെയ്തവർക്കും വിവിധ ജ്വല്ലറികൾ നടപ്പാക്കുന്ന സ്കീമുകളിൽ ഭാഗമാകുന്നവർക്കും വില ഉയരുന്ന വേളയിലും നേരിയ ആശ്വാസം ലഭിച്ചേക്കും. അതേസമയം വില ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ക്യാരറ്റ് കുറഞ്ഞ സ്വർണത്തിലേക്ക് ഉപഭോക്താക്കൾ തിരിയാനുള്ള സാധ്യതയുമുണ്ട്. എണ്ണവില വർദ്ധിച്ചു വരുന്നതാണ് വിപണിയിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്ന മറ്റൊരു ഘടകം. ബ്രെന്റ് ക്രൂഡ് ബാരൽ വില $80 തൊട്ടടുത്തിരിക്കുകയും ചെയ്തു. വരും ദിവസങ്ങളിലും വില ഉയരാനും സാധ്യതയുണ്ട്. എണ്ണവില ഉയരുന്നത് നിക്ഷേപകർക്ക് ആശങ്കയുണ്ടാക്കുന്ന ഘടകമാണ്. വിപണിയെ താളം തെറ്റിക്കാനും ഇത് കാരണമാകും. വിപണി അസ്വസ്ഥമാകുമ്പോൾ നിക്ഷേപകർ സ്വർണത്തിലേക്ക് തിരിയുക സ്വാഭാവികമാണ്. ഈ വേളയിലും സ്വർണ്ണവില വർദ്ധിക്കാൻ കാരണമാവുകയും ചെയ്യുന്നു. പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അത്ര സുഖകരമല്ല. അതുതന്നെ സ്വർണ്ണവിലയെയും ബാധിക്കുന്നുണ്ട്.